ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബിരിയാണി റെസിപ്പി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കമൻറ്റ് ചെയ്ത ആളുടെ അഭിപ്രായ പ്രകാരം ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഗൈസ്. അപ്പം ഞാൻ 2 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി 2 കപ്പ് ബസുമതി റൈസ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഒരു 2-3 തവണ, 3 അല്ലെങ്കിൽ 4 തവണയോളം ഞാൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തു. ഇനി നമുക്ക് അത് വേവിക്കാൻ ആവശ്യമായിട്ട് ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 4 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അരി വേവിക്കാൻ വയ്ക്കുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ ഒരു പീസ് ബട്ടർ, പിന്നെ ഞാനൊരു അര ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ലെഗ് പീസുകളെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ബിരിയാണി വയ്ക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്കിന്നെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. അപ്പോൾ ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ അരി നോക്കിയപ്പോൾ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊരു 1.5 അത്രയും ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു കുറച്ച് നാരങ്ങാനീര് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊരു കുറച്ച് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനിലെല്ലാം നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ 15 മിനിറ്റ്, അത് ഓരോരുത്തരുടെ ചോയ്സ്. അരമണിക്കൂർ ഇരുന്നാൽ നന്നായിട്ട് മസാലയൊക്കെ സെറ്റായിട്ട് വരും. അപ്പോൾ ഓരോരുത്തർ സമയം അനുസരിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അരമണിക്കൂർ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ഗ്രേവി നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിനിടയ്ക്ക് നമ്മൾ ചോറ് സെറ്റായി ഒന്ന് നോക്കണം. അപ്പം നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രേവിക്കായിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്ര സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്ത സമയം കൊണ്ട് ചോറൊക്കെ സെറ്റായി ഞാനത് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചട്ടിക്കകത്തോട്ട്. ഇതിനകത്തോട്ട് നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴട്ടിയെടുക്കുക. നന്നായിട്ടത് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് മസാലകളൊക്കെ ചേർത്ത് വെക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊന്ന് മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. കരിയരുത്, തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് വേണ്ടാത്തവർക്ക് ചേർക്കണ്ട, ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ഞാനൊരു 1/4 കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് തിക്ക് ഗ്രേവിയാണ് വേണ്ടത്, അധികം ഇങ്ങനെ ലൂസായിട്ട് വേണ്ട, തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഗ്രേവി സെറ്റായി, പെട്ടെന്ന് സെറ്റായി. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ബിരിയാണിയിലോട്ട് ഈ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം. അത് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇത് രണ്ടും വെച്ചതിന് ശേഷം നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് ഗ്രേവിക്കകത്തോട്ടത് ചേർത്ത് കൊടുക്കുന്നില്ല, ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മളത് വറുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ. അപ്പം നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ബിരിയാണിക്ക് ചിക്കൻ സെറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാൻ ചിക്കനൊക്കെ വറുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കുക്കറിനകത്തോട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യല്ല, ബട്ടറാണേ. ബട്ടർ എനിക്ക് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ബട്ടർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേന് ഞാൻ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന്. ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഗ്രേവി 2 തവണയായിട്ടാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ആദ്യം ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ബാക്കി 1 തവണ കൂടെ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് ഇതായി കഴിഞ്ഞ് രണ്ടാമത് ബാക്കി ഉള്ള ഗ്രേവിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫുൾ റൈസും അങ്ങനെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കിസ്മിസ്, കാഷ്യൂനട്ട് ഇത്രയും നമ്മളൊന്ന് ചേർത്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടി വെച്ച് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ബട്ടറിൻ്റെ പീസ് കുഞ്ഞു പീസാക്കിയിട്ട് ബട്ടറും കൂടെ ഇട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആവി കയറ്റി എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി. അപ്പം ഇനി നമുക്ക് പക്ഷേ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചിക്കൻ കറിയായിട്ട് ചെറിയ ഗ്രേവിയായിട്ട് വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കനും കൂടെ വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെച്ച് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും. ഞാൻ ചിക്കനെല്ലാം വെച്ച്
സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ നമ്മളിട്ടിരിക്കുന്ന ബട്ടറും എല്ലാം കൂടി ഒന്ന് മെൽറ്റായി സെറ്റായി വന്നു കഴിയുമ്പം സെറ്റായി. എന്നിട്ട് ഞാനത് മിക്സ് ചെയ്തു. നമുക്ക് സെർവ് ചെയ്യാം.